നെടുമ്പാശ്ശേരിയിൽ യാത്രക്കാരുടെ പ്രതിഷേധം. ദുബായിലേക്ക് പോകേണ്ട വിമാനം വൈകിയതിനാലാണ് പ്രതിഷേധം. ഇന്നലെ രാത്രി പോകേണ്ടിരുന്ന സ്പൈസ് ജെറ്റ് വിമാനം ഇതുവരെ പുറപ്പെട്ടില്ല. വിവരങ്ങളുമായി അലമീൻ ചേരുന്നുണ്ട്. അലമീൻ, ഇത്രയും നേരമായിട്ടും വിമാനം പുറപ്പെടാതിരിക്കാനുള്ള കാരണം എന്താണ്? അധികൃതർ നൽകുന്ന വിശദീകരണം. ഇന്നലെ രാത്രി 11 മണിക്ക് കൊച്ചിയിൽ നിന്ന് നെടുമ്പാശ്ശേരിയിൽ നിന്ന് ദുബായിലേക്ക് പോകേണ്ട വിമാനമായിരുന്നു. സ്പൈസ് ജെറ്റ് വിമാനമാണ്. നിരവധി യാത്രക്കാർ ഇതിൽ ബുക്ക് ചെയ്യുകയും ചെയ്തിരുന്നു. ഇതനുസരിച്ച് ആദ്യ ഈ 11 മണി എന്ന സമയപ്രകാരം പലരും വിമാനത്താവളത്തിൽ എത്തുകയും ചെയ്തു. പക്ഷേ സാങ്കേതിക കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് വിമാനം മറ്റൊരു സമയത്തേക്ക് പുനഃക്രമീകരിച്ചതായി യാത്രക്കാർക്ക് അറിയിപ്പ് വരികയായിരുന്നു. അങ്ങനെ പലതവണ മാറി മാറി പല സമയങ്ങളിലായി ഇത് പുറപ്പെടുമെന്ന് അറിയിപ്പ് ലഭിച്ചെങ്കിലും ഇതുവരെയും വിമാനം പുറപ്പെട്ടിട്ടില്ല. വലിയ പ്രതിഷേധം യാത്രക്കാരുടെ ഭാഗത്ത് നിന്ന് വിമാനത്താവളത്തിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. മറ്റു പല യാത്രക്കാരും ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് കോഴിക്കോട് വിമാനത്താവളത്തിലേക്ക് പോയി ബദൽ യാത്രാ സൗകര്യം കണ്ടെത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു. ഓപ്പറേഷണൽ റീസൺസ് എന്നുള്ളതാണ് പറയുന്നത്. എന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട സാങ്കേതികമായിട്ടുള്ള ചില കാരണങ്ങളാണ് അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷെ അപ്പോഴും നിരവധി യാത്രക്കാർക്ക് കൃത്യസമയത്ത് ദുബായിൽ എത്താനാകാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. വലിയ പ്രതിഷേധം യാത്രക്കാരുടെ ഭാഗത്ത് നിന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ശരി, അല്ലമീനാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോഴിതാ ഏതായാലും ദുബായിലേക്ക് പോകേണ്ട വിമാനം വൈകിയതിൽ പ്രതിഷേധം കനക്കുകയാണ്. ഇന്നലെ രാത്രി പോകേണ്ടിരുന്ന സ്പൈസ് ജെറ്റ് വിമാനമാണ് ഇതുവരെയും പുറപ്പെടാത്തത്. യാത്രക്കാർ പ്രതിഷേധം തുടരുന്നു. നെടുമ്പാശ്ശേരിയിലാണ് യാത്രക്കാരുടെ പ്രതിഷേധം നടക്കുന്നത്. ദുബായിലേക്ക് പോകേണ്ട വിമാനം വൈകിയതിലാണ് പ്രതിഷേധം നടക്കുന്നത്. ഇതുവരെയും അധികൃതർ വ്യക്തമായൊരു വിശദീകരണം യാത്രക്കാർക്ക് നൽകിയിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഇതാ ഒരു യാത്രക്കാരൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അഭിലാഷ് എന്ന യാത്രക്കാരനാണ് നമ്മളോടൊപ്പം ചേരുന്നത്. അഭിലാഷ്, കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? അഭിലാഷ്, കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? അഭിലാഷ്, എത്ര നേരമായി നിങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുന്നു? എന്തെങ്കിലും വിശദീകരണം അധികൃതർ നൽകിയോ? നിങ്ങൾ എവിടെയാണ്? ഈ വിമാനം വൈകിയതിനാൽ പ്രതിഷേധം നടക്കുന്നു എന്നറിയാൻ സാധിക്കുന്നുണ്ട്. മറ്റ് യാത്രക്കാരൊക്കെ കോഴിക്കോടേക്ക് പോയി എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. എന്താണ് മറ്റ് വിവരങ്ങൾ? അതായത് ഇന്നലെ രാത്രി 11:30, അതായത് 2-ാം തീയതി രാത്രി 11:30 എൻ്റെ ഫ്ലൈറ്റ് ആയിരുന്നത്. അപ്പോൾ ഇന്നലെ ഒരു 7 മണിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ, 7 മണിയല്ല 5 മണിയൊക്കെ എനിക്ക് SMS വന്നു, ഫ്ലൈറ്റ് ഡിലേ ആണെന്ന് പറഞ്ഞിട്ട്, 2 മണിക്കാണെന്ന് പറഞ്ഞിട്ട്, വെളുപ്പിന് 2 മണിക്കാണെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് SMS വന്നുകൊണ്ടിരുന്നു. അതായത് ഒരു 2-3 hours വന്നുകൊണ്ടിരുന്നു, ഫ്ലൈറ്റ് റീഷെഡ്യൂൾ ചെയ്തു എന്ന് പറഞ്ഞിട്ട്. എപ്പോഴും ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് 3 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള ടൈമാണ് വന്നിരുന്നത്. പിന്നെ രാത്രി 11:30 ആവെന്ന് പറഞ്ഞിട്ട് ഒരു 5 മണിക്ക് SMS വന്നപ്പോൾ എന്തായാലും അത് കൺഫേം ആണെന്ന് വെച്ചിട്ട് ഞാനൊരു 5:30 കഴിക്കപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി, കൊടുങ്ങല്ലൂരിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ അവിടെ കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും SMS വന്നു, കുറച്ചും കൂടി ഡിലേ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മൾ സെക്യൂരിറ്റിയിൽ നമ്മൾ ക്യൂ നിന്നിട്ട് നമ്മൾ സെക്യൂരിറ്റി എൻട്രി ചെയ്യിച്ചില്ല. അപ്പോൾ അവിടെ ഒരു ആരും സ്പൈസ് ജെറ്റിന്റെ ഒരു സ്റ്റാഫ് വന്നിട്ട് നമ്മളോട് പറയുകയൊന്നും ചെയ്തില്ല. അങ്ങനെ നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ പുറത്ത് സ്പൈസ് ജെറ്റിന്റെ കുറച്ച് ആൾക്കാർ അവിടെ സ്റ്റാഫ് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ പോകേണ്ട ഫ്ലൈറ്റിനും ഇന്ന് പോകേണ്ട ഫ്ലൈറ്റിനും ആളുകൾ ഉണ്ട്. അപ്പോൾ 150x2 150 സീറ്റാണ് ഉള്ളത് ഫ്ലൈറ്റിന്. അപ്പോൾ 150x2 അത്ര ആളുകൾ അവിടെ ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അമൃത്സറിൽ നിന്നാണ് ഈ ഫ്ലൈറ്റ് വരേണ്ടത്. പക്ഷേ അത് ഡൽഹിക്ക് പോയിട്ട് അവിടെ ലേറ്റ് ആണെന്ന് പറയണു. പിന്നെ എനിക്കിപ്പോൾ SMS വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ 4-ാം തീയതി രാത്രി 11:30 ഈ ഫ്ലൈറ്റ് എന്നും പറയുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അത് പോകുന്നു. കാരണം വെച്ചാൽ ഇന്നലത്തെ ആളുകളും ഇന്നത്തെ ആളുകളും ഇനി നാളത്തെ ആളുകളും ഉണ്ടാവും. അപ്പോൾ എയർലൈൻ ഇന്ന് മോർണിംഗ് വരെയും ഇന്നത്തെ ഫ്ലൈറ്റിന് ഉള്ള ബുക്കിംഗ് എടുക്കുമായിരുന്നു. അതായത് ഇന്നലത്തെ ഫ്ലൈറ്റ് പോകാതിരുന്നിട്ട് പോലും ഇന്നത്തെ ഫ്ലൈറ്റിനുള്ള ബുക്കിങ്സ് എടുത്തു. എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ എനിക്ക് അത്യാവശ്യമായിട്ട് ദുബായി പോകേണ്ടതുകൊണ്ട് നാളെ ഞാൻ കോഴിക്കോട് നിന്ന് ഫ്ലൈറ്റ് എടുത്തിട്ടുണ്ട് 8:30. അപ്പോൾ ഞാൻ കോഴിക്കോട് എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ള ആളുകളെ കുറിച്ച് എനിക്കറിയില്ല. അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. പിന്നെ എയർലൈൻ ആരും. ശരി അഭിലാഷ്, പ്രതിഷേധം തുടരാൻ തന്നെയാണോ നിങ്ങളുടെയൊക്കെ തീരുമാനം?
നമ്മളവിടെ പ്രതിഷേധിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ. കാരണം അവിടെ ഗ്രൗണ്ട് സ്റ്റാഫിനോട് പ്രതിഷേധിച്ചിട്ട് എന്താ കാര്യമുള്ളത്? കുറച്ചാളുകൾ പ്രതിഷേധിക്കുന്നുണ്ട്, പ്രതിഷേധിക്കേണ്ട ഒരു കാര്യമില്ല. അപ്പൊ നമ്മള് അവിടെ ഒരു പേപ്പറിൽ സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് അവര് അധികൃതർക്ക് അയക്കുമായിരിക്കും. നമ്മളുടെ ഈ എയർലൈനിന്റെ ഓഫീസാണല്ലോ ഇത്, മാനേജ് ചെയ്യുന്ന ആളുകളാണല്ലോ അത് ശരിയായി ചെയ്യേണ്ടത്. അല്ലാതെ ശരി അഭിലാഷ്, വിവരങ്ങൾ നൽകിയതിന് നന്ദി. ഏതായാലും ഇന്നലെ രാത്രി പോകേണ്ടിരുന്ന സ്പൈസ് ജെറ്റ് വിമാനം നാളെ രാത്രി 11:30 പുറപ്പെടുമെന്നാണ് അധികൃതർ ഇപ്പോൾ നൽകുന്ന വിശദീകരണം. സാങ്കേതിക തടസ്സങ്ങളാണ് വിമാനം വൈകിയതിന് കാരണമെന്നാണ് അധികൃതർ നൽകുന്ന വിവരങ്ങൾ.